സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കിവരാം അതിവേഗത്തിൽ. വിഴിഞ്ഞത്ത് വിജയ ചരിത്രം എഴുതി കേരളം. മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ട്രയൽ റൺ. രാജ്യത്തിന് അഭിമാന മുഹൂർത്തമെന്ന് മുഖ്യമന്ത്രി. പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് അന്താരാഷ്ട്ര ലോബിയുടെ അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചെന്നും മുഖ്യമന്ത്രി. വിഴിഞ്ഞം പദ്ധതിയിൽ കേരളത്തെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. പദ്ധതി യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടെന്നും സോനോവാൾ. വിഴിഞ്ഞത്തേത് പുതുചരിത്രം. ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തത് മുഖ്യമന്ത്രിയുടെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ടെന്ന് കരൺ അദാനി. ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം. സിബിഐ കേസുള്ളതിനാൽ കെജ്രിവാളിന് പുറത്തിറങ്ങാനാകില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം രാജ്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്ന വിധിയെന്ന് ആം ആദ്മി പാർട്ടി. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തിൽ ചാൻസലറോട് വിശദീകരണം തേടി ഹൈക്കോടതി. നിയമനം ഏതെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിലെന്ന് വ്യക്തമാക്കണമെന്നും ആരിഫ് മുഹമ്മദ് ഖാനോട് ഹൈക്കോടതി. നിയമ സിലബസ് കാവ്യവൽക്കരിക്കാനുള്ള ദില്ലി സർവകലാശാല നീക്കം പൊളിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ ആത്മാവിനെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് അമിത്ഷാ. വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ പരിശീലകൻ മനുവിനെതിരായ പീഡന പരാതി. വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിച്ചു KCA. പോക്സോ കേസിൽ പ്രതിയായ ഒരാളെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും പരിശീലകനായി നിയമിച്ചത് തെറ്റെന്നും KCA. തൃശൂരിൽ MDMAയും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി കുപ്രസിദ്ധ ഗുണ്ട പോലീസ് പിടിയിൽ. പിടിയിലായത് മാള സ്വദേശി വിശാൽ. തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഫോർട്ട് കൊച്ചിയിൽ 2 സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. 20ഓളം പേർക്ക് പരുക്ക്. പരുക്കേറ്റവരെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ആശുപത്രികളിലേക്ക് മാറ്റി. ആംബുലൻസിനു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. തൃശൂർ ചേലക്കരയിലാണ് സംഭവം. വാഹനത്തിന്റെ പെയിന്റ് കേടുവരുത്തുകയും സെൻസറിന്റെ വയറുകൾ വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു. പുതുപ്പാടി ചിപ്പിലത്തോട് കാട്ടാന ഇറങ്ങി സ്ഥിരമായി കൃഷി നശിപ്പിക്കുന്നുവെന്ന് പരാതി. സംഭവത്തിൽ താമരശ്ശേരി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് വനം മന്ത്രി AK ശശീന്ദ്രൻ. ദിവസേനയുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കൊച്ചി മെട്രോ. 12 അധിക സർവീസുകളാണ് നടത്തുക. നടപടി യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച്. മാന്നാർ കലാകൊലക്കേസിൽ വിദേശത്തുള്ള ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കുവാൻ ഇന്റർപോളിന്റെ സഹായം തേടും. ഇതിനായുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. കലയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയായിരുന്നു മന്ത്രി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം സമർപ്പിച്ചത് കേസ് രജിസ്റ്റർ ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ.
കടയിലെ തൊഴിലാളിയെ അഞ്ചംഗ സംഘം ആക്രമിച്ചു. വടകര വില്യാപ്പള്ളിയിലാണ് സംഭവം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ എഴുതിയ വഴിവിട്ട യാത്രകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷ്, പ്രതിപക്ഷ നേതാവ് VD സതീശന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ്. മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. മുംബൈയിൽ യെല്ലോ അലർട്ട്. വരും ദിവസങ്ങളിൽ കനത്ത മഴയുണ്ടാകാമെന്ന് മുന്നറിയിപ്പ്. കൊങ്കൺ പാതയിൽ തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടത് പുനഃസ്ഥാപിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി കാസർകോട്ടെ വിദ്യാലയം. ജനാധിപത്യ പ്രക്രിയ പരിചയപ്പെടുത്താനായി തെരഞ്ഞെടുപ്പ് നടത്തിയത് നാലിലാം കണ്ടം ഗവൺമെന്റ് UP സ്കൂൾ. ഇടുക്കി ഡാമിന് സമീപം കൂറ്റൻപാറ അടർന്നു വീണു. വ്യാഴാഴ്ച പുലർച്ചെ 5ഓടെയാണ് പാറ വീണത് അണക്കെട്ടിന്റെ ഗേറ്റിന് സമീപത്ത് കുറത്തിമലയിൽ നിന്ന്. ഡോക്ടറുടെ അസിസ്റ്റന്റായ AIയെ പരിചയപ്പെടുത്തി തൃശൂർ സ്വദേശി അഭിലാഷ് രഘുനന്ദനൻ. രോഗിയെ വിശദമായി പരിശോധിച്ച ശേഷം AI മരുന്ന് കൊടുക്കും. ഡോക്ടർ അസിസ്റ്റന്റ് AIയെ വികസിപ്പിച്ചത് തൃശൂർ ആസ്ഥാനമായ അംറാസ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന കമ്പനി. ജനറേറ്റീവ് AIയെ ജനാധിപത്യവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് IBM സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മലിന്റെ പ്രതികരണം രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവിൽ. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ വ്യാപനം അവസരങ്ങൾ ഇല്ലാതാക്കുകയല്ല, കൂടുതൽ തൊഴിൽ മേഖലകൾ തുറന്നു നൽകുകയാണെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. രാജ്യത്തെ ഒന്നാം കിട AI ഹബ്ബായി കേരളം മാറുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി. ഔദ്യോഗിക വാഹനങ്ങളിൽ ബോർഡുകളും ഫ്ലാഷ് ലൈറ്റുകളും ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. IAS IPS ഉദ്യോഗസ്ഥരടക്കം നിയമലംഘനം നടത്തുന്നുവെന്ന് കോടതിയുടെ പരാമർശം വാഹനങ്ങളിൽ രൂപമാറ്റം നടത്തുന്നതിനെതിരെയായ ഹർജികൾ പരിഗണിക്കവേ. ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ നിരോധനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭത്തിന് രൂപം നൽകാൻ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ യോഗം 15-ന് ആലപ്പുഴയിൽ. 2019 ആരംഭിച്ച നിരോധനമാണ് അമേരിക്ക ഇപ്പോഴും തുടരുന്നത്. കലാകാരന് അരാഷ്ട്രീയമായി നിലകൊള്ളാനാകില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. 2022 രാജരവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക് സമ്മാനിച്ചു മന്ത്രി. മനുഷ്യപക്ഷ രാഷ്ട്രീയം കലയിലൂടെ രൂപപ്പെടുത്താൻ കലാകാരന്മാർ ശ്രമിക്കണമെന്നും മന്ത്രി. ജില്ലാ പഞ്ചായത്ത് വെള്ളനാട് ഡിവിഷനിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകി. വെള്ളനാട് ശശി കളക്ടറേറ്റിലെത്തിയ വരണാധികാരി മുമ്പാകെ പത്രിക നൽകി. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവിൽ തുടർച്ചയായ വർധനവുണ്ടായെന്ന് CAG റിപ്പോർട്ട്. 2022 മാർച്ച് 31-ന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ടാണിത്. 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാരിന്റെ ആകെ നിക്ഷേപം 20,439.4 കോടിയെന്നും റിപ്പോർട്ട്. ഇരുപതടി താഴ്ചയുള്ള കിണറ്റിൽ മുങ്ങിത്താണ് കുഞ്ഞനുജനെ ജീവിതത്തിലേക്ക് തിരിച്ചുപിടിച്ച ജ്യേഷ്ഠൻ. കാക്കനാട് കരുമക്കാട് കളപ്പുരയ്ക്കൽ ഷഫീഖിന്റെയും അനീഷയുടെയും 2.5 വയസ്സുള്ള മകൻ മുഹമ്മദിനെയാണ് സഹോദരൻ രക്ഷിച്ചത്. ഇളയ സഹോദരനെ രക്ഷിച്ച 15-കാരന് അഭിനന്ദന പ്രവാഹം. ജയ്പൂർ വിമാനത്താവളത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറെ തല്ലിയ
സ്പൈസ് ജെറ്റ് ജീവനക്കാരി അറസ്റ്റിൽ. സ്പൈസ് ജെറ്റ് ജീവനക്കാരി അനുരാധ റാണിയെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവമുണ്ടായത് സുരക്ഷാ പരിശോധനയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന്. മനുസ്മൃതി പാഠ്യവിഷയമാക്കാൻ ദില്ലി സർവകലാശാല. സർവകലാശാലയുടെ LLB 1ാം സെമസ്റ്ററിലാണ് മനുസ്മൃതി പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മനുസ്മൃതി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ചർച്ച ചെയ്യുന്നതിനായി DU അക്കാദമിക് കൗൺസിൽ യോഗം ഇന്ന്. NDA സർക്കാർ കർഷക പ്രശ്നങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭവുമായി സംയുക്ത കിസാൻ മോർച്ച. തീരുമാനം 17 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത SKM ജനറൽ ബോഡി യോഗത്തിൽ. പ്രളയം നാശം വിതച്ച UPയിൽ ഇടിമിന്നലിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 40ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. പ്രളയത്തിലും ഇടിമിന്നലിലും മരിച്ചവരുടെ എണ്ണം 60 കവിഞ്ഞു. ജമ്മു കശ്മീരിലെ ബസന്ത്ഗഡിൽ പോലീസ് പോസ്റ്റിന് നേർക്ക് ഭീകരർ വെടിയുതിർത്തു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതം. ഹരിയാനയിൽ നിന്ന് ദില്ലിയിലേക്ക് വെള്ളം എത്തിക്കുന്ന മുനക് കനാലിന്റെ ഭിത്തി തകർന്നു. കനാൽ തീരത്തുള്ള JJ കോളനി, ഭവാന എന്നിവിടങ്ങളിൽ പ്രളയ സമാനമായ സ്ഥിതി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.